റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ വിമർശകനും മുൻ പ്രതിപക്ഷ നേതാവുമായ അലക്സി നവൽനി മരിച്ചു. 2021 മുതൽ ആർട്ടിക് ജയിലിൽ തടവിലായിരുന്നു. വിവിധ കേസുകളിലായി 19 വർഷത്തെ തടവിന് ശിക്ഷിച്ച നവൽനിയെ ജയിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പി ജെയിംസ് ഇപ്പോൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പി ജെയിംസ്, എന്താണ് ഔദ്യോഗികമായ ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ ഇപ്പോൾ വന്നിട്ടുണ്ടോ? ഉന്മേഷ്, ഒരുപക്ഷെ ജനാധിപത്യവാദികളെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. എന്തായാലും റഷ്യയിലെ പ്രസന്റ് സർവീസ് അവർ ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആർട്ടിക് ജയിലിൽ റഷ്യയുടെ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനി മരിച്ച നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തിയെന്ന വാർത്ത വന്നിരിക്കുന്നു. ഒരുപക്ഷെ ലോകമെമ്പാടുമുള്ള ജനാധിപത്യവാദികളായ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വല്ലാതെ സങ്കടം ചെയ്യുന്ന ഒരു വാർത്തയാണ്. ഒരുപക്ഷെ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് മിക്കവാറും ആഴ്ചയിൽ 2-3 വെച്ച് ഞാൻ അലക്സി നവൽനിയെ കുറിച്ച് റിപ്പോർട്ട് ചെയ്താണ്. ഇതുപോലൊരു ഫൈറ്റിംഗ് സ്പിരിറ്റുള്ള ഒരു നേതാവിനെ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. നെൽസൺ മണ്ടേല 26 വർഷം പോൾസ്മൂത്ത് ജയിലിൽ കടന്നിട്ടുണ്ട് സൗത്ത് ആഫ്രിക്കയിൽ. പക്ഷെ അദ്ദേഹം ഗാന്ധിജിയെ പോലെ അഹിംസയുടെ വാദവുമായിട്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു നേരിടേണ്ടി വന്നില്ല. പക്ഷേ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ കിരാത ഭരണത്തിനെതിരെ എന്ന നിലയിൽ ഫൈറ്റ് ചെയ്ത് മരിക്കുന്ന, ഒരുപക്ഷെ അദ്ദേഹത്തെ കൊന്നതാണോ എന്നുവരെ സംശയമുണർത്താവുന്ന രീതിയിലാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ മരണം റഷ്യൻ ഭരണകൂടം മാത്രമേ സ്ഥിരീകരിക്കാത്തുള്ളൂ. റഷ്യയിൽ നിന്ന് വരുന്ന വാർത്തകൾ മുഴുവൻ ഇൻ്റർനാഷണൽ മീഡിയ, ലോകം മുഴുവൻ അദ്ദേഹം മരിച്ചതായിട്ടുള്ള സ്ഥിരീകരിച്ചു കഴിഞ്ഞു. റഷ്യയെ സംബന്ധിച്ചിടത്തോളം, പുടിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ, ഒരുപക്ഷെ അദ്ദേഹം മരിച്ചു എന്ന് ആശ്വസിക്കാം, പക്ഷേ വലിയ തിരിച്ചടിയാണ്. ലോകമെമ്പാടും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കൊലയാളിയായി ചിത്രീകരിക്കുന്ന തരത്തിലായിരിക്കും ഇത് വരുന്നത്. പ്രത്യേകിച്ച് ഉന്മേഷ്, 2020 ഓഗസ്റ്റിൽ സൈബീരിയയിൽ പ്രസംഗിക്കാൻ പോയ അലക്സി നവൽനിയെ അവിടെ നോവിചോക്ക് എന്ന നെർവ് ഏജന്റ് വിഷം, സോവിയറ്റ് യൂണിയൻ്റെ കാലത്തെ വിഷമാണത്, അത് കുത്തിവെച്ച് അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ അവിടുത്തെ ഏജന്റുമാർ ശ്രമിക്കുകയും അദ്ദേഹം അബോധാവസ്ഥയിലാവുകയും സൈബീരിയയിൽ വിമാനത്തിൽ പോകുമ്പോൾ അദ്ദേഹത്തെ സൈബീരിയയ്ക്ക് അടുത്ത് തന്നെ പുറത്തിറക്കി ജർമ്മനിയിലേക്ക് പ്രത്യേക വിമാനമാർഗം കൊണ്ടുപോയി 3 മാസം എടുത്ത് ചികിത്സിച്ചാണ് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. അദ്ദേഹത്തോട് ജർമ്മനിയിൽ നിന്ന് വിട്ടുപോകരുതെന്ന് ലോകമെമ്പാടുമുള്ളവർ പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും കൂട്ടാക്കാതെ എൻ്റെ രാജ്യം റഷ്യയാണ്, ഞാനവിടെ ഫൈറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അദ്ദേഹം പോവുകയായിരുന്നു. അദ്ദേഹം വന്നിറങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതാണ്. ഇപ്പോൾ കഴിഞ്ഞ 3 വർഷമായിട്ട് അദ്ദേഹം പല സ്ഥലങ്ങളിലായി ജയിലിലാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കോടിക്കണക്കിന് അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സ് ഉണ്ട് എന്ന് മാത്രമല്ല, റഷ്യയിൽ ഇത്രയും വലിയ പോരാട്ടം നടത്തിയ പ്രതിപക്ഷ നേതാവ്, ഞാൻ സോവിയറ്റ് യൂണിയൻ്റെ കാലശേഷമാണ് ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തെ ഏറ്റവും ബന്ധവസ്തുള്ള ഏകാന്ത തടവിലാക്കിയിരുന്നു. ഒരുപാട് ക്രിമിനൽസിനെ പാർപ്പിക്കുന്ന പീനൽ കോളനിയിൽ നിന്ന് പിന്നീട് ആർട്ടിക് ജയിലിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ പ്രിയതമയ്ക്ക് കോടതിയിൽ പ്രത്യക്ഷപ്പെട്ട ലവ് ചിഹ്നം രേഖപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത് ഞാൻ തിരിച്ചു വരും. ഏറ്റവും അവസാനം നൽകിയ സന്ദേശത്തിലും ഞാൻ തിരിച്ചു വരുമെന്നുള്ള പോരാട്ട വീര്യത്തോടെയാണ് നിന്നത്. അദ്ദേഹം ജയിലിൽ കുഴഞ്ഞു വീണു മരിച്ചു വ്യായാമത്തിനിടെ പ്രസന്റ് അധികൃതർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇത് ലോകമെമ്പാടുമുള്ള ജനാധിപത്യവാദികളെ വല്ലാത്ത രീതിയിൽ വേദനിപ്പിച്ചിരിക്കുന്നു. ഉന്മേഷ്, ശരി. പി ജെയിംസ് ആണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.